അമ്മായിയമ്മ മരുമകൾ ബന്ധം അത് എന്നും ലോകമുണ്ടായ കാലം മുതൽ തന്നെ പറയാം. അന്ന് മുതൽ ഇന്ന് വരെയും ആ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു ചേരാത്ത ഒരു ബന്ധമാണ് അമ്മായിയമ്മ മരുമകൾ ബന്ധം. അമ്മായിയമ്മക്ക് മരുമകൾ ഇഷ്ടമുണ്ടാവില്ല, മരുമകൾക്കും അമ്മയെ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോകേണ്ട ഒരു ബന്ധമാണത്. അന്നൊന്നും പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ വീട്ടിൽ തന്നെ 24 മണിക്കൂറും ഈ അമ്മയോട് കൂടിയും ഒക്കെ ഇവിടെ തന്നെ നിൽക്കണം. വീട്ടിലെ മുഴുവൻ പണികൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഒക്കെ അവിടെ നിൽക്കണം. അമ്മയാണെങ്കിൽ എങ്ങനെ ഈ പെൺകുട്ടിയെ മാക്സിമം ദ്രോഹിക്കാം എന്ന് വിചാരിച്ച് അവൾക്ക് ഭക്ഷണം കൊടുക്കാതെയും അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചും അവളെ കുറ്റപ്പെടുത്തിയും അവളുടെ വീട്ടുകാരെ മോശം പറഞ്ഞും ഒക്കെ മകനുമായിട്ട് അടുത്ത് ഇടപഴകാൻ സമ്മതിക്കാതെയൊക്കെ ചെയ്തിരുന്ന ഒരു ബന്ധമാണ് അമ്മായിയമ്മ മരുമകൾ ബന്ധം. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം അതിന് വളരെ വ്യത്യാസം വന്നു. മരുമകൾ ബോൾഡായി, അവർക്ക് പെൺകുട്ടികൾക്കെല്ലാം ജോലിയായി. അപ്പോൾ അവർക്ക് കുറേം കൂടി സ്വന്തം കാലിൽ നിൽക്കുന്നതുകൊണ്ട് അവർ ബോൾഡായി. അമ്മായിയമ്മ പറയുന്നത് അനുസരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അവരെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചവർ പറയും, അല്ലെങ്കിൽ അവർ മാറി താമസിക്കും. അല്ലാതെ അപ്പോൾ ഈ അമ്മായിയമ്മമാരും ചിന്തിച്ചു, കാരണം ഇതിൻ്റെ ഇങ്ങനെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി അമ്മായിയമ്മമാരും മക്കളെ പോലെ തന്നെ ഈ പെൺകുട്ടിയെ മക്കളെ പോലെ തന്നെ അവരോട് സ്നേഹത്തോടെ പെരുമാറും, വളരെ ഫ്രണ്ട്ലി ആയിട്ട്. ഇപ്പം കുറേ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൂട്ടുകാരെ പോലെ ജീവിക്കുന്ന വീടുകൾ പലതുമുണ്ട്. അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരുമിച്ച് താമസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിനായ ഒരു കാര്യം. അവർക്ക് വേറെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അവർ മാറി താമസിക്കും. അതിനും അമ്മ എതിരല്ല. പണ്ട് അമ്മ സമ്മതിക്കില്ലായിരുന്നു. ഇവിടുന്ന് വിട്ടു പോകുമ്പം എൻ്റെ മോനെയും കൂടെ കൊണ്ടുപോകുമല്ലോ, അപ്പോൾ എൻ്റെ മോനെ നിങ്ങൾ നീ തട്ടിയെടുക്കുകയാണ് എന്നുള്ള ചിന്താഗതി കൊണ്ട് അമ്മ മോനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെക്കും, നീ ഇവിടുന്ന് പോകരുതെന്ന് വെച്ചിട്ട്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ആ ബന്ധത്തിന് ഒരുപാട് നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധം പല പല വീടുകളും കാണുന്നുണ്ട്. അത് രണ്ടുപേരും ചിന്തിച്ചുകൊണ്ടാണ് അമ്മായിയമ്മ എന്നുള്ള ആ സ്ത്രീ ഈ വരുന്ന കുട്ടീനെ മോളെപ്പോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും ആർക്കും സാധിക്കില്ലെങ്കിലും അവളെ ബുദ്ധിമുട്ടിക്കരുത്, അവൾക്കും ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി അവരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാനും അവരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുമ്പം അവളും അതുപോലെ തന്നെ ഈ അമ്മയും നല്ല നല്ല രീതിയിൽ കാണുകയും ഫ്രണ്ട്ഷിപ്പോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന വീടുകൾ ഇഷ്ടം പോലെ ഇപ്പം ഉണ്ട്. പണ്ടത്തെ കൺസെപ്റ്റായിരുന്നു മരുമകൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, മരുമകൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മോന് കല്യാണം ആലോചിക്കുമ്പം ഏറ്റവും സുന്ദരി വേണം, എല്ലാ ക്വാളിറ്റികളും തികഞ്ഞ സുന്ദരി, സുമുഖി, നല്ല വിദ്യാഭ്യാസമുള്ളവൾ, നല്ല വീട്ടിൽ പണികളൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ, നല്ല കുടുംബത്തിൽപ്പെട്ടവൾ, മുടി ഇഷ്ടം പോലെ വേണം, പിന്നെ കണ്ടാൽ നല്ല സുന്ദരിയായിരിക്കണം, വെളുത്തിട്ടായിരിക്കണം, അങ്ങനെ പല പല എല്ലാം തികഞ്ഞ ഒരു സുന്ദരിയായ പെൺകുട്ടീനെ വീട്ടിൽ എൻ്റെ മോന് കിട്ടണമെന്ന് വെച്ച് പല പെണ്ണ് കാണാൻ പോകുമ്പോൾ ആ പെണ്ണ് വേണ്ട, ഈ പെണ്ണ് വേണം, അതിന് മുടി കുറവാണ്, ഇത് കറുത്തിട്ടാണ്, ഇത് ഹൈറ്റ് കുറവ്, അങ്ങനെ എല്ലാം കുറ്റം പറഞ്ഞ അമ്മ തന്നെയാണ് ഏറ്റവും സുന്ദരിയായ ഒരു പെൺകുട്ടീനെ സ്വന്തം മകൻ്റെ ഭാര്യയായിട്ട് സെലക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയാണ്? മോന് സന്തോഷവും സുഖമായിട്ട് ജീവിക്കാനൊരു പാർട്ട്ണറിനെയാണ് അമ്മ തിരഞ്ഞ് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ വന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ അമ്മക്ക് ആ പെണ്ണിനെ പിന്നെ ഇഷ്ടമല്ല. പിറ്റേന്ന് ദിവസം മുതൽ അവളെ ഇഷ്ടമല്ല. ഈ മോനായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ അമ്മ അതിന് തടസ്സം നിൽക്കും. പണ്ടത്തെ കഥകളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ചിരിച്ചു പോകുന്നതാണ്. എങ്ങനെയൊക്കെ മകനിൽ നിന്ന് ഈ മരുമകളെ അകറ്റാം എന്നാണ് പിന്നെ അമ്മയുടെ ചിന്ത. പക്ഷേ അതിൻ്റെ തലേ ദിവസം വരെ എങ്ങനെ ഈ പെൺകുട്ടീനെ ഈ മോന് വേണ്ടി ആലോചിക്കാം, എങ്ങനെ കല്യാണം ഭംഗിയായി നടത്താം, മോനെങ്ങനെ സന്തോഷമാവാമെന്ന് ചിന്തിച്ചിരുന്ന ആ അമ്മ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ എങ്ങനെ മോനെയും മരുമകളെയും അടുത്ത് ഇടപഴകാൻ സമ്മതിക്കാതെ അതിൻ്റെ ഇടയ്ക്കൊരു പാരയായിട്ട് നിൽക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു അമ്മയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇന്നലെ വരെ എങ്ങനെയും പിന്നെ ഇന്ന് മുതൽ എങ്ങനെയും മോൻ്റെ സന്തോഷമാണല്ലോ അമ്മക്ക് വലുത്. പക്ഷേ പാടില്ല. കാരണം അപ്പോൾ ഈ മോൻ എന്ന് പറഞ്ഞ ആൾ ഇതിൻ്റെ നടുവ് കിടന്ന് പടാപ്പാട് പെടും. കാരണം ഭാര്യയെ അവന് ഭയങ്കര സ്നേഹമാണ്, അമ്മയോട് സ്നേഹമുണ്ട്. അപ്പം അമ്മേനെയും വെറുപ്പിക്കാൻ പറ്റില്ല. ഭാര്യ പുതുതായി വന്ന ഇതാണ്, അവന് ഏറ്റവും എക്സൈറ്റ്മെൻറ്റും സന്തോഷവും സ്നേഹവും പാർട്ട്ണറും ഒക്കെ നിൽക്കുന്ന അവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവൻ നിൽക്കുമ്പം അമ്മ അതൊക്കെ കാണും, ശ്രദ്ധിക്കും. അപ്പോൾ അമ്മേനെ വെറുപ്പിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ട് ചെയ്യുമോ എന്താണെന്നറിയാതെ നടുവിൽ കിടന്ന് ഭയങ്കര പെടാപ്പാട് പെടുന്ന ഒരു ആളാണ് ഈ മകൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ അമ്മക്ക് ശരിക്കും മോനോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യണം? മോൻ കഷ്ടപ്പെടേണ്ട, മോൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ആവാം. പക്ഷേ അത് അമ്മ ചെയ്യില്ല. എന്നാൽ വന്നു കയറിയ പെൺകുട്ടി വിചാരിക്കണം, ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലേ, ഞാൻ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് പെരുമാറാമെന്ന് വിചാരിക്കുമോ? അവളും വിചാരിക്കില്ല. എൻ്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് അവൾ വിചാരിക്കില്ല. അവളും അതേപോലെ തന്നെ എൻ്റെതാണെന്ന് മാത്രമല്ല, എൻ്റെത് മാത്രമാണെന്നുള്ള വിചാരത്തിൽ അവളും പെരുമാറും. അപ്പം ഈ നടുവിൽ കിടന്ന് ഇയാൾ കഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലമായിരുന്നു എത്രയോ വർഷങ്ങളായിട്ട്. പക്ഷെ ഇന്നാണെങ്കിൽ പോലും എവിടെയോ ഒരു ചെറിയൊരു കരട് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട്. ഈ മരുമകൾ അമ്മായിയമ്മ ബന്ധം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടെയോ ഒരു 100% അതിന് ഒരു ക്ലിയറായിട്ട് ഉണ്ടാവും, വളരെ ദുർലഭം. പക്ഷെ പൊതുവെ ഒരു ചെറിയ ഒരു കരട് അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. അതെന്താണ്? ഈ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പം അമ്മ വിചാരിക്കണം അവൾ ഒറ്റക്കാണ് ഈ വീട്ടിലേക്ക് വന്നു കയറുന്നത്.
നമ്മളെല്ലാവരും കുടുംബമായിട്ട് താമസിക്കുന്ന അച്ഛനും അമ്മയും മോനും ഇനി പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നിൽക്കുന്ന ഈ വീട്ടിലേക്കാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് വന്ന് കയറുന്നത്. അപ്പോൾ അവൾ വേറെ ഏതോ ഒരു കൾച്ചറിൽ ജീവിച്ച് വളർന്നിട്ടുള്ള ആ പെൺകുട്ടി, അതും ചെറിയ ഇപ്പത്തിലായി കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് ഇതായിട്ട് അഡ്ജസ്റ്റ് ആവും. ഇത് 10-20 വയസ്സിന് ശേഷമാണല്ലോ വരുന്നത്. അപ്പോൾ ആ കുട്ടി ഒരു കൾച്ചറിൽ ജീവിച്ച് ആ സിസ്റ്റം പഠിച്ച് അതനുസരിച്ച് ജീവിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ വീട്ടിലേക്ക് വന്നു പറഞ്ഞാൽ നാളെ മുതൽ നീ ഇങ്ങനെ ആയിക്കൊള്ളണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ആ കുട്ടി സമയമെടുക്കും ഇവിടുത്തെ കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റായി വരാൻ. അപ്പം അതുകൊണ്ട് ആ വരുന്ന പെൺകുട്ടിക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ ഈ വീട്ടിലെ ആൾക്കാർ പെരുമാറുകയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ കംഫർട്ട് നോക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. സാധാരണ വെച്ചാൽ അവൾ വന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിക്കൊള്ളണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ വീട്ടിലേക്ക് വന്ന് കയറിയവളല്ലേ, അപ്പം നമ്മളുടെ ഇവിടുത്തെ കൾച്ചറായിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തോളണം എന്നാണ് പറയുന്നത്. എന്തിനു പോട്ടെ, നമ്മളൊരു ചെടി പോലും ഒരു സ്ഥലത്ത് വളർന്നിരുന്ന ഒരു ചെറിയ ചെടിയെ പറിച്ച് നമ്മൾ വേറെ സ്ഥലത്തേക്ക് നടുകയാണെങ്കിൽ, ഒരു മുളകും ചെടി പറിച്ച് വേറെ സ്ഥലത്തേക്ക് നടുകയാണെങ്കിൽ ആ ചെടി പിറ്റേന്നൊക്കെ അത് വാടിപ്പോവും വെയിൽ കൊണ്ടിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് പറിച്ച് വേറെ സ്ഥലത്തേക്ക് നട്ടിട്ട് അതിനെ തണലത്ത് വെക്കുകയും അതിന് വെയിൽ കൊള്ളാതെ ചില കവർ എന്തെങ്കിലും കൊണ്ടെങ്കിൽ മൂടി വെക്കും. കാരണം അത് ആ മണ്ണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ അതിന് കുറച്ചും കൂടി സമയമെടുക്കും. പിറ്റേന്ന് വെറും വെയിലത്ത് വെച്ചു അത് വാടി വൈകുന്നേരത്തേക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അതിന് ചില നാട്ടിലൊക്കെ കാണാം ഈ വാഴപ്പോള എന്ന് പറയില്ലേ, ആ സാധനം കൊണ്ട് ഇങ്ങനെ ഒരു കുടിൽ പോലെ ചെറുതുണ്ടാക്കിയിട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വെയിൽ കൊള്ളാതെ അതിനെ സംരക്ഷിച്ചിട്ട് ഒരുവിധം അത് മണ്ണിൽ പിടിച്ചു കഴിഞ്ഞു അതിനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ സാധനം മാറ്റി കൊടുത്തിട്ട് അതിന് വെയിലത്തേക്കാക്കുള്ളൂ. അത്ര പോലും എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് വേറെ സ്ഥലത്തേക്ക് നട്ട് കഴിഞ്ഞാൽ അതിന് അവിടെ പിടിച്ച് കയറി ജീവിക്കാൻ കുറച്ചും കൂടി സമയമെടുക്കും എന്നുള്ള ചെടികളുടെ കാര്യത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടാണ് മനുഷ്യന്മാരായ ഒരു മനുഷ്യ സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, അതും ഇത്രയും 10-20 വയസ്സിന് ശേഷം, പ്രായപൂർത്തിയായി കഴിഞ്ഞ ശേഷം, സ്വന്തം ഏതൊക്കെയോ ശീലങ്ങളിൽ കൂടി ജീവിച്ചു വന്നൊരു കുട്ടി വേറെ ഏതൊക്കെയോ ശീലങ്ങളുള്ള ഒരു വീട്ടിലേക്ക് ഒറ്റക്ക് ചെന്ന് കയറി ആ വീട്ടിൽ അഡ്ജസ്റ്റായി ജീവിക്കുമ്പം കുറച്ച് അവൾക്ക് തണലും താങ്ങും കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലെ ആൾക്കാരല്ലേ. ഭർത്താവിൻ്റെ അമ്മയോ അച്ഛനോ പെങ്ങന്മാരൊക്കെ അവർക്കൊരു തണൽ കൊടുത്തിട്ട് അവളൊന്നും ഇവിടെ പിക്കപ്പായതിനു ശേഷം പോരെ അവളെ എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾക്കൊരു കംഫർട്ട് സോൺ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ ഇവിടെയുള്ളവരുടെ ഡ്യൂട്ടിയല്ലേ. അപ്പം ഇതൊക്കെ പറയാൻ ഞാൻ ഒരു അമ്മായിയമ്മ ആയിട്ടില്ല ഇതുവരെ. മകന് കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മോൻ കല്യാണപ്രായം ഇപ്പം ആയി, കല്യാണം നോക്കുന്നുണ്ട്. അവന് കല്യാണപ്രായമൊക്കെ ആവുന്നതിന് എത്രയോ മുമ്പേ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഭാര്യയായിട്ട് ഈ വീട്ടിൽ താമസിക്കേണ്ട, നിങ്ങൾ മാറി താമസിക്കുക. ആദ്യം ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും താമസിക്കുമോ, ഇനി ഫ്ലാറ്റ് റെഡി ആയിട്ടില്ലെങ്കിൽ വാടക എവിടെയെങ്കിലും റൂം എടുത്ത് കല്യാണം കഴിഞ്ഞ് വേണമെങ്കിൽ ആദ്യത്തെ ചടങ്ങുകളൊക്കെ കഴിയുന്നവരെ മാത്രം ഈ വീട്ടിൽ താമസിച്ചിട്ട് അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ മാറി എവിടെയെങ്കിലും താമസിക്കുക. ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ പ്രായം വരുമ്പം ഞങ്ങൾക്ക് വയ്യായികളോ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നിനക്കും ഭാര്യക്കൊക്കെ ഓടി വരാൻ പറ്റുന്ന ഒരകലത്തിൽ, ഒരുപാട് അകലത്തിലേക്കല്ലാതെ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ നിങ്ങളെ കണ്ണുംവെട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ വീട്ടിൽ തന്നെ താമസിച്ച് ആ വരുന്ന പെൺകുട്ടിക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ആവുന്ന വിധത്തിൽ നിൽക്കാതെ അത് നിങ്ങൾ മാറി താമസിക്കണം ആദ്യം മുതൽ തന്നെ. അപ്പം എന്ത് ചെയ്യും, ആഴ്ചക്ക് ഒരു ദിവസം മറ്റോ നിങ്ങൾക്ക് ലീവ് കിട്ടുന്ന ദിവസം മറ്റോ ഇവിടെ വരികയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് എല്ലാവർക്കും ഇവിടെ എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വേണം പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് കറങ്ങാൻ പോയി രസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാകുമ്പോൾ അവൾക്ക് നമ്മളോടും നമുക്ക് അവളോടുള്ള ആ സ്നേഹം നിലനിൽക്കുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മായിമ്മ പോരൊന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, വെറുതെ എന്നെ കൊണ്ട് അമ്മായിമ്മ പോരൊന്നും എടുത്തു എന്ന് പറയാമെന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ. പിന്നെ മനുഷ്യനല്ലേ, ചിലപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോയി എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമായിട്ട് പിന്നെ അതിന് ശേഷം മാറി താമസിച്ചു എന്ന് വെച്ചോ അപ്പം എന്താണ് അമ്മയുടെ ശല്യം കൊണ്ടുവിടുന്ന് മാറി താമസിച്ചു എന്നുള്ള പേരുണ്ടാക്കരുത്. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ, ആദ്യത്തെ ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ മാറി മറ്റെവിടെയെങ്കിലും സുഖസൗകര്യമായിട്ട് താമസിക്കുക. വല്ലപ്പോഴും വന്ന് ഞങ്ങളെ കണ്ട് ലോഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങളും ഇടയ്ക്ക് അവർക്ക് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് അവർ ഫ്രീ ആകുന്ന സമയത്ത് നമ്മൾ അവരെ വീട്ടിൽ പോയി അവരെ കണ്ടുവരിക. അപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഗ്യം നിലനിൽക്കും. അല്ലാതെ വീട്ടിൽ തന്നെ നിൽക്കുമ്പോഴാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ എത്രയോ മുമ്പേ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനും അറിഞ്ഞു അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ നമ്മൾ വിട്ട് നിൽക്കുമ്പോഴാണല്ലോ സ്നേഹം നിലനിൽക്കുക. കൂടെ തന്നെ നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ചെറിയ എല്ലാ കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് ചൂണ്ടിക്കാണിച്ചു എന്നോ ചിലപ്പം നമ്മളെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അങ്ങനെ പല പ്രശ്നങ്ങളും വരാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണം. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടിയായ സമയത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവൻ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഒരു നല്ല പെൺകുട്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് അവർ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുക. അപ്പം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് വഴക്കോ ബഹളോ അമ്മായിയമ്മ പോരോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇടയ്ക്ക് കണ്ടുമുട്ടുക. അപ്പോൾ ലോഗ്യം നിലനിർത്തി അങ്ങനെ പോകാം.
എന്നാണ് ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മായിയമ്മ പോരെന്നുള്ള പ്രശ്നം ഞാൻ ഇന്നലെയോ ഏതോ ഒരു വീഡിയോ കണ്ടു. ഏതൊരു പ്രമുഖയായിട്ടുള്ള ഒരു മാഡം, സൈക്യാട്രിസ്റ്റോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടപ്പോഴാണ് എനിക്കും ഇതുപോലത്തെ ഒരു പറഞ്ഞാലോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഓക്കെ.